ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിസാലത്ത് ഷരീഫിയ എന്ന കിതാബാണ് ഇതിൻ്റെ മത്തന് സയ്യിദ് ഷരീഫ് അൽ ജുർജാനി എന്നവർക്കുള്ളതാണ്. മത്തന് ആർക്കുള്ളതാണ്? സയ്യിദ് ഷരീഫ് അൽ ജുർജാനി എന്നവർക്കുള്ളതാണ്. എൻ്റെ ഷറഹ് അബ്ദുർ റഷീദ് സയ്യിദ് ഷരീഫ് അൽ ജുർജാനിന്നാണ് മത്തന്. അത് റിസാലത്ത് ഷരീഫിയ എന്നാണ് എൻ്റെ പേര്. അദ്ദേഹം 816 മരണം. അതിൻ്റെ ഷറഹാണ് ഷറഹുർ റഷീദിയ. റഷീദിയ എന്ന് പറഞ്ഞാൽ ഷറഹ് അബ്ദുർ റഷീദ് അൽ ഹിന്ദി, ചോങ്കൂരി, ഇന്ത്യക്കാരനായ ചോങ്കൂരിയായ അബ്ദുർ റഷീദ് അൽ ഹിന്ദിയുടേതാണ്. ഏത് ഷറഹ് 1083 വഫാത്തായത്. ജുർജാനി ഇമാമ 816. അപ്പോൾ ജുർജാനി ഇമാമിൻ്റെ മത്തിൻ്റെ പേരെന്താ? ഇതുവരെ പറഞ്ഞു നിങ്ങളോടല്ല. റിസാലത്തു ഷരീഫിയ. ഈ ഷറഹുർ റഷീദിയ എന്നാണ് നമ്മളെ ഷറഹിൻ്റെ പേര്. 1000-ന് ശേഷം ജനിച്ച വഫാത്തായ. പിന്നെ സംവാദങ്ങൾ നടത്തേണ്ട രീതികളെ പറ്റിയൊക്കെയാണ് അതിലുള്ള ചർച്ചകളും ഒക്കെ. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനാണ്. കഴിഞ്ഞോ? ബിസ്മില്ലില്ലേ? അല്ലത് എങ്ങനെയുള്ള അള്ളാഹു? ലാ മാനിയ, തടയുന്നവനില്ല, ലി ഹുക്മിഹി, അള്ളാഹുവിൻ്റെ ഹുക്കുമിന്. വലാ നാഖില, പൊളിക്കുന്നവനില്ല, ലി ഖളാഇഹി വ ഖദരിഹി, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിന്. ഇവിടെ മന് എന്ന പദങ്ങൾ സംവാദത്തിൽ ഒരാളുടെ വാദത്തിന് മന് ചെയ്യും. അതുപോലെ ഹുക്കുമുണ്ടാവും, വിധി ഉണ്ടാവും, നഖലുണ്ടാവും, പൊളിക്കലുണ്ടാവും, ഖളാ ഉണ്ടാവും. അതൊക്കെ ഇതിൽ ചർച്ചകളാണ്. പക്ഷെ അതിലേക്കുള്ള സൂചനകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദില്ല, ആ പദങ്ങൾ മുഖവുരയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയും. മുഖവുരയിലെ ആ പദങ്ങൾ, ഇവിടെ പറയാനുള്ള പദങ്ങളുടെ ചർച്ച, ആ പദങ്ങൾ ഇവിടെ എന്താക്കുക, മുഖവുരയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള നിലക്ക്. ലാ മാനിയ, ഹുക്കുമെന്നൊക്കെ ഇനി വരുന്നുണ്ടെന്നറിയാം. ഹുക്കുമിനിക്ക് തടയുന്നവനില്ല അള്ളാഹിൻ്റെ ഹുക്കുമിന്. വലാ നാഖില ലി ഖളാഇ, അള്ളാഹിൻ്റെ ഖളാഇനെ പൊളിക്കുന്നവനുമില്ല, അള്ളാഹുവിൻ്റെ ഖദറും പൊളിക്കുന്നവനില്ല. പിന്നെ വസ്സലാത്തു, സലാത്താകുന്നത്, വസ്സലാമു, സലാമാകുന്നത്, അലാ സയ്യിദ് അംബിയായി, അള്ളാഹുവിൻ്റെ അംബിയാക്കളുടെ നേതാവിൻ്റെ മേലുണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ അംബിയാക്കളുടെ സയ്യിദിൻ്റെ മേലുണ്ടാവട്ടെ. വസനദി ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അവലംബത്തിൻ്റെ മേലും ഉണ്ടാവട്ടെ. അത് നബിതങ്ങൾ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അവലംബമായ നബിതങ്ങളുടെ മേലും ഉണ്ടാവട്ടെ. വല അഹ്ബാബി, നബിയുടെ അഹ്ബാബിൻ്റെ മേലും ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള പ്രിയപ്പെട്ടവര്? അൽ മുആരിദീന, അവരെ എതിർക്കുന്നവർ, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ എതിർക്കുന്നവരായ അള്ളാഹുവിൻ്റെ അഹ്ബാബിൻ്റെ മേലും ഉണ്ടാവട്ടെ. ഇവിടെ സനദ്, മുആറദ എന്നൊക്കെ പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് ശേഷം വരുന്ന പദങ്ങളാണ്. അതൊക്കെ ആ പദങ്ങളൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ഇടക്ക് പറഞ്ഞതാണ്. പിന്നെ പ്രാരംഭ മുറകൾക്ക് ശേഷം ഹാദിഹി ഖവാഇദുൽ ബഹ്സി, ബഹ്സ് എന്ന് പറഞ്ഞാൽ മുനാദറ എന്നർത്ഥം. ഇത് മുനാദറയുടെ നിയമങ്ങളാണ്, തത്വങ്ങളാണ്. ബഹ്സിൻ്റെ ഉദ്ദേശം മുനാദറ എന്നാണ്. ബഹ്സിന് ഇവിടെ മുനാദറ എന്നുള്ള അർത്ഥമാണ്. മുനാദറ പറഞ്ഞാൽ സംവാദം, വാദപ്രതിവാദം എന്നൊക്കെ പറയാം. അതിനുമായി ബന്ധപ്പെട്ട തത്വങ്ങളാണ്. മുത്തലമ്മിനത്ത്, ഇത് ഉൾക്കൊള്ളിക്കുന്നതാണ്. ലിമ ഒന്നിനെ,
യജിബു നിർബന്ധമായ ഒന്നിനെ ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇസ്തിഹലാറുവ ആ അവയെ ഹാജരാക്കൽ നിർബന്ധമാണ്. ഫി ഫന്നിൽ മുനാദറത്തി എന്ത് വിഷയത്തിൽ? മുനാദറയുടെ വിഷയത്തിൽ ഹാജരാക്കൽ നിർബന്ധമായ ഒന്നിനെയൊക്കെ ഇത് ഉൾക്കൊള്ളിക്കും. മനസ്സിലായ? മുത്തലമിനത്തുല്ലിമ യജിബു ഇസ്തിഹലാറുവ അവയെ ഹാജരാക്കൽ നിർബന്ധമുള്ള യാതൊന്നിനെ ഉൾക്കൊള്ളിക്കും ഇത് ഫി ഫൻ മുനാദറിന്റെ ഫന്നിൽ. കണ്ടിട്ടില്ലേ? ഏ ഏ ഇത് നമ്മളിപ്പോ അച്ഛനാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഷറഹോടെ ആ ബദ മുസന്നിഫ് തുടങ്ങി തയമ്മുനി ബിൽ ബസ്മലത്തി. ഈ അൽഹംദുലില്ലാഹ് എന്നുണ്ടല്ലോ അല്ലേ, അത് മത്തനോ? ബദ മുസന്നിഫ് തുടങ്ങി ബഅദ തയമ്മുനി ബിൽ ബസ്മലത്തി, ബിസ്മി കൊണ്ട് ബറക്കത്തെടുത്തതിന് ശേഷം. തയമ്മുന അറിഞ്ഞാൽ ബറക്കത്തെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബറക്കത്തെടുത്തില്ല ആദ്യം അതുണ്ട്. ബദാ മുസന്നിഫ് തുടങ്ങി ബഅദ തയമ്മുനി ബിൽ ബസ്മലത്തി, ബിസ്മി കൊണ്ട് ബർക്കത്തെടുത്തിട്ട് ശേഷം തുടങ്ങി. അപ്പം ബിസ്മില്ലാ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ബർക്കത്തെടുത്ത് തുടങ്ങുന്നു എന്നാണ്. നാമം കൊണ്ട് തുടങ്ങുക പറഞ്ഞാൽ നാമത്തെ ബർക്കത്തെടുത്ത് കൊണ്ട് തുടങ്ങുന്നു. തയമ്മുനി ബിൽ ബസ്മല, ബിസ്മിനെ ബർക്കത്തെടുത്തതിന് ശേഷം തുടങ്ങി. ബിഹംദില്ല, എന്തിനെ തുടങ്ങി? അള്ളാഹുവിനെ സ്തുതിക്കലിനെ തുടങ്ങി. സുബ്ഹാനഹു, അള്ളാഹു പരിശുദ്ധനാണ്. എന്തിനു വേണ്ടിയാണ് സ്തുതിക്കലിനെ തുടങ്ങിയത്? ഇഖ്തിദാഅൻ ബിഅഹ്സനിൻ നിളാമി, ഏറ്റവും നല്ല കോർവയായ ഖുർആനിനോട് തുടരാൻ വേണ്ടി. ഇതിന്റെ അർത്ഥം കിട്ടൂല ഞാൻ പറഞ്ഞത്. മുസന്നിഫ് തുടങ്ങി ബഅദ തയമ്മുനി ബിൽ ബസ്മല, ബിസ്മി കൊണ്ട് പറഞ്ഞതിന് ശേഷം എന്തിനെ തുടങ്ങി? ബിഹംദില്ലാഹി, അള്ളാഹിനെ സ്തുതിക്കലിനെ തുടങ്ങി. ബിഹംദില്ലാഹി സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു തആലയെ സ്തുതിക്കലിനെ തുടങ്ങി. ഇഖ്തിദാഅൻ ബിഅഹ്സനിൻ നിളാമി, ഏറ്റവും നല്ല കോർവയായ ഖുർആൻ കൊണ്ട് തുടരാൻ വേണ്ടി. അമലൻ, അമല് ചെയ്യാൻ വേണ്ടി. ഇഖ്തിദാ എന്ന് പറഞ്ഞു മുഖത്തുപ്പ ബിഹദീസ് ഖൈറിൽ അനാമി, സൃഷ്ടികളിൽ ഉത്തമരായ നബിയുടെ ഹദീസ് കൊണ്ട് അമല് ചെയ്തതിന് വേണ്ടി. അലൈഹി, ആ നബിയുടെ മേലുണ്ടാവട്ടെ, വാല ആലി, നബിയുടെ കുടുംബത്തിന്റെ മേലുണ്ടാവട്ടെ, അത്തഹിയ്യത്തോ കാഴ്ച, തിരുമുൽ കാഴ്ച, അസ്സലാമു സലാമു ഉണ്ടാവട്ടെ. അതായത് നബി ഞങ്ങൾ പേരറിഞ്ഞപ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ മാതിരി അലൈഹി തഹിയ്യത്തു വസ്സലാം എന്ന് പറഞ്ഞതാണ്. വഹുവ, അപ്പൊ അമലൻ ബി ഹദീസ് ഖൈറുൽ അനാമി, ഖൈറുൽ അനാമി സൃഷ്ടികൾ ഖൈറായവരുടെ ഹദീസ് കൊണ്ട് അമല് ചെയ്തതിന് വേണ്ടി. വഹുവ ഹദീസ് ലം യുബ്ദ ബി ഹംദില്ലാഹി ഫഹുവ അഖ്താഉ എന്ന് പറഞ്ഞ ഹദീസാണ്. കുല്ലു അംരിൻ ദീബാലി, ഏത് കാര്യവും ദീബാലിൻ നന്മയുടേതായ. പുതിയൊരടി പിന്നെ കുല്ല അമ്രി ദീപാലി, എല്ലാം നല്ല ഉടയ. ബാല് പറഞ്ഞാൽ നന്മ എന്ന് അർത്ഥം വെച്ചാൽ മതി. ദി ഹാലിന്ന് അർത്ഥം വെക്കാം. ഒരു ഹാലുടയ ഏതൊരു കാര്യവും യുബദ ബി ഹംദില്ലാഹി, ഹംദില്ല കൊണ്ട് തുടങ്ങിയിട്ടില്ല പെട്ടിട്ടില്ലെങ്കിൽ അത് മുറിഞ്ഞതാണ്, ബർക്കത്ത് മുറിഞ്ഞതാണ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്തോ വൽഹംദു, ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവൽ വസ്ഫു ബിൽ ജമീലി അലൽ ജമീലിൽ ഇഖ്തിയാരി,
നന്മ കൊണ്ട് വിശേഷണം പറയുക. ഒരു വസ്തുൽ ജമീൽ എന്താ പറഞ്ഞതാ, നന്മ കൊണ്ട് വിശേഷണം പറയുക. എന്തിന്? അലൽ ജമീലിൽ ഇഖ്തിയാരി, ഇഷ്ടപ്രകാരമുള്ള നന്മക്ക് മേലിൽ. ഒരാൾ എന്തോ സ്വയം ഇഷ്ടപ്രകാരം ഒരു നല്ലത് ചെയ്തതിന് മേലിൽ അയാളെ നന്മ കൊണ്ട് വിശേഷണം പറയും. ഒരാൾ നല്ലത് ചെയ്തതിൻ്റെ മേലിൽ എന്നർത്ഥം. അല്ലൽ ജമീൽ ഒരാൾ നല്ലത് ചെയ്തതിൻ്റെ മേലിൽ. അല്ല ഇഖ്തിയാരി ആ ഇഷ്ടപ്രകാരമല്ല, അയാളെ ഇഷ്ടപ്രകാരം അല്ലാത്ത നന്മക്ക് വിശേഷണം പറഞ്ഞാൽ ഹംദല്ലത്. ഉദാഹരണത്തിന് ഒരാൾ നല്ല ഒത്ത ശരീര, അയാൾ നല്ല ഒത്ത ശരീരം, അയാളെ ഹംദ് ഇതെന്ന് പറയാം, മദ്ഹ് ഇതെന്നിട്ട് പറയാം. ഇഷ്ടപ്രകാരം ചെയ്യുന്നതാകുമ്പോഴാണ് എന്താകുള്ളൂ, ഹംദാകുള്ളൂ. അയാൾ ചെയ്ത കാര്യമാവണം. അയാൾ നല്ല സ്വതക്ക ചെയ്യുന്ന ആളാണ്, അയാൾ നിസ്കരിക്കുന്ന ആളാണ്, ഒക്കെ ഇഷ്ടപ്രകാരമുള്ള നല്ല കാര്യമാണ്. അത് വേറെ ആൾക്ക് വിട്ടുകിടക്കുന്ന നന്മ ആയാലും മതി. ഒരാൾ വലിയ സ്വാതന്ത്ര്യ പ്രവർത്തകനാണ്, അതൊക്കെ ഹംദ, അയാളെ മഹത്വം പറയുക, അതിനാണ് ഹംദ് എന്ന് പറയുക. അത് വസ്ഫുൽ ജമീൽ, ഒരാളെ നല്ലതിനെ വിശേഷിപ്പിക്കുക. എന്ത് ചെയ്തതിൻ്റെ പേരിൽ? അയാൾ ഇഷ്ടപ്രകാരമുള്ള നന്മ ചെയ്തതിൻ്റെ പേരിൽ. അയാൾ ജനിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ അയാളല്ല ഭംഗി, അത് എന്തല്ല, ഇഷ്ടപ്രകാരം കിട്ടിയതല്ല, അപ്പോൾ അത് ഹംദല്ല, പിന്നെന്താ, മദ്ഹ് എന്നിട്ട് വേണമെന്ന് പറയാം. ഹഖീഖത്തൻ ഔ ഹുക്കുമൻ, ഇഷ്ടപ്രകാരമുള്ള ജമീൽ അറിഞ്ഞത് ഒറിജിനൽ ആവട്ടെ, ഒറിജിനൽ ഇഷ്ടപ്രകാരമുള്ള ജമീലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സദക്ക ചെയ്യുന്നുണ്ട്, ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ഒരാൾ സ്വാതന്ത്ര്യം കൊടുത്ത്, ഒക്കെ ഹഖീഖത്തിലെ നല്ല കാര്യമാണ്, ഇഷ്ടപ്രകാരമുള്ള. അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം എങ്ങനെയുള്ളതാവട്ടെ, ഹുക്കുമാൽ ഇഷ്ടപ്രകാരമാണ്. അത് ശരിക്കും ഇഷ്ടപ്രകാരമല്ല, ഹക്കീക്കത്ത് നോക്കിയാൽ ഇഷ്ടപ്രകാരമല്ല, ഹുക്കുമ ഇഷ്ടപ്രകാരമായിട്ടാണ് നമ്മൾ അതിന് ഹുക്കുമ ചെയ്തിട്ടുണ്ടത്. ഇഷ്ടപ്രകാരം എല്ലാത്തിനും ഇഷ്ടപ്രകാരം ആക്കി മാറ്റിയിരിക്കണമെന്ന് അർത്ഥം. അതെന്താ, അതിന് ഉദാഹരണം മാത്രം പറഞ്ഞു. കസിഫാത്തുൽ ബാരി താല, അള്ളാഹു താലാൻ്റെ വിശേഷണങ്ങൾ. അള്ളാഹു താലാൻ നമ്മൾ, അവൻ അലീമാണ്, അവൻ കരീമാണ്, അവൻ റഹീമാണ്, റഹ്മാനാണ്. ഇതൊക്കെ അള്ളാഹിനെ ഹംദ് ചെയ്യൽ തന്നെയാണ്. അള്ളാഹു ഇൽമുള്ളവനാണ് എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. അള്ളാഹു അറ്റമില്ലാതെ അള്ളണ്ട്, അള്ളാഹുവിൻ്റെ ആണ് പണ്ടേ ഉള്ള സിഫത്താണ്. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹ് ഉദ്ദേശിച്ചപ്പോൾ ഇങ്ങോട്ട് ഇൽമുണ്ടായി അങ്ങനെ പറയാൻ പറ്റൂല. അവിടെ നേരെ നോക്കുമ്പോൾ എന്തല്ല, അള്ളാഹു സമ്പാദിച്ചുണ്ടാക്കിയ ഇൽമാണോ? അത് അള്ളാഹ്ക്ക് ആദ്യം എന്താണ് ഒരു സിഫത്തായിട്ടുണ്ട്, മനസ്സിലായ? പക്ഷെ അപ്പൊ ഇഖ്തിയാരിയായ നല്ല കാര്യം എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് നമ്മളെ വലിയ ഇൽമുള്ള ആലിമാണെന്ന് പറഞ്ഞാൽ അത് ഹംദ് തന്നെയാണ്. അപ്പൊ ഇഷ്ടപ്രകാരമുള്ള ജമീലാണെന്ന് വെച്ചാൽ ഹുക്കുമാൽ അത് അങ്ങനെയാണ്. ഹഖീഖത്തിൽ ഇഷ്ടപ്രകാരമുള്ള ജമീൽ എന്ന് പറയണില്ലെങ്കിലും അതിന്റെ ഹുക്കും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഇഷ്ടപ്രകാരമുള്ളത് പോലെയാണ് അതിനെ കണക്കാക്കിയത്. അവിടെ ഹംദായിട്ട് നമ്മൾ കൂട്ടും. ഇനി വേറെ, അപ്പൊ അൽഹംദു എന്ന് പറഞ്ഞതിന്റെ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്, അള്ളാഹുവിനാണ് സർവസ്തുതി എന്നാ പറഞ്ഞത്. സ്തുതി, നല്ല വിശേഷണങ്ങളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ഹംദ് പറഞ്ഞാൽ എന്താ, നല്ല വിശേഷണങ്ങൾ അല്ലേ? അവിടെ വർത്തമാനം പറഞ്ഞിരുന്നോളൂ. വല്ലാമു, അൽ എന്ന ലാമ് അതില്, അതെ. അപ്പൊ അൽഹംദ് പറഞ്ഞാൽ ഹംദിന്റെ ജിൻസാവുന്നത്, ഹംദിന്റെ വർഗമാവുന്നത് ജിൻസിനുള്ളതാണ്. ഔലിൽ ഇസ്തിഗ്റാഖി, അല്ലെങ്കിൽ എല്ലാ ഹംദുമാകുന്നത് എന്ന അർത്ഥത്തിനാണ്. രണ്ട് സർവ അതന്നെ എല്ലാം പറഞ്ഞത്. പിന്നെ അപ്പൊ ജിൻസിനുള്ള അല്ലു ആക്ക, രണ്ടാലൊന്നും വെക്ക, രണ്ട് വെച്ചാലും കുഴപ്പമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ അലിഫ്ലാമ് രണ്ട് സൈസാണ്, ജിൻസിനുള്ളതും ഉണ്ടാവും, ഇസ്തിഗ്റാഖിനുള്ളതും ഉണ്ടാവും. ഇനി അഹദിനുള്ളത് കൊണ്ട് മൂന്ന് അല്ല ഉള്ളത്, അതാണ് വയഹ്തമിലയക്കൂനലിൽ അഹദി, അറിയപ്പെട്ട ആ ഹംദാകുന്നത് എന്നർത്ഥം വെക്കാം. അഹദ് പറഞ്ഞാൽ എന്താ, ഒരു അറിയപ്പെട്ടതിലേക്ക് സൂചന. അപ്പൊ അൽക്കാദ് വന്നു എന്ന് പറഞ്ഞാല്, അൽ ഉസ്താദ് വന്നു പറഞ്ഞാല് നമ്മളിപ്പോ അറിയപ്പെട്ട ആ ഉസ്താദ് വന്നു, നമ്മളെ ഉസ്താദ് വന്നു എന്നുള്ള അർത്ഥത്തിന്. അൽ ഉസ്താദ് വന്നു പറഞ്ഞാല് നമ്മളിപ്പോ ഇതുവരെ കാത്തു നിൽക്കുന്ന നമ്മളെ മനസ്സിലുള്ള ഉസ്താദ്, മുമ്പ് പറഞ്ഞ ഉസ്താദ്, അറിയപ്പെട്ട ഉസ്താദ് വന്നു എന്നാണ്. ചിലപ്പോ മുമ്പ് പറഞ്ഞിട്ടായിരിക്കും അറിയപ്പെട്ടത്. നമ്മള് അൽഫിന്റെ തൽക്കലൊക്കെ പറഞ്ഞിരിക്കണേ, അലിഫ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്ത്. അഹദിന്റെ അല്ലുണ്ട്,
എല്ലാം എന്നർത്ഥമുള്ള ഇസ്തിഗ്റാഖിന്റെ അല്ലുണ്ട്, അഹദിന്റെ അല്ലുണ്ട്, പിന്നെ എന്തിന്റെ അല്ലുണ്ട്? ജിൻസ്. അപ്പൊ ആ ഹംദിന്റെ വർഗമാകുന്നത്, ഹംദിന്റെ ജിൻസാകുന്നത്, ഹംദ് എന്ന ആ വർഗം അത് അള്ളാഹ്ക്കുള്ളതാണ് എന്നായി. അപ്പൊ അഹദിനാകാനും സാധ്യത ഉണ്ട്. ഇഷാറത്തായ നിലക്ക് അഹദിനാകുമ്പോ പറയണം ഇഷാറത്തൻ ഇലൽ ഹംദിൽ മഹബൂബി വൽ മർലിയി ലഹു തആല. അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു ഹംദുണ്ട്, ആ ഹംദാകുന്നത്. ആ ഹംദാകുന്ന പറഞ്ഞാൽ മുമ്പ് അറിയപ്പെട്ട ഏതാ ഹംദാണ്? അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹംദ്, അറിയപ്പെട്ട ഒരു ഹംദ് ഉണ്ട്. സംഭവം നിങ്ങൾക്കറിയില്ല, എങ്കിലും സംഭവം അറിയപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഒരു ഹംദുണ്ട്, ആ ഹംദിലേക്ക് സൂചന. അൽ മദ്കൂരി ഫീ ഖൗലിഹി അലൈഹിസ്സലാത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിൽ പറഞ്ഞതാണത്. ആ ഹംദ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹംദ് നബി തങ്ങളെ വാക്കിൽ പറഞ്ഞൊരു ഹംദ് ഉണ്ട്. ആ ഹംദാവുന്ന അള്ളാഹ്ക്കുള്ളതാണ് എന്ന് വെക്കണം. അപ്പൊ ആ പ്രത്യേകമായ ഹംദ് എവിടെ പറഞ്ഞതാണ്? നബി തങ്ങളെ വാക്കിൽ പറയപ്പെട്ട എന്താണത്? നബി തങ്ങൾ പറഞ്ഞൊരു വാക്കിൽ ഇങ്ങനെ ഉണ്ട്. അൽഹംദുലില്ലാഹ് അൽആഫ മാ ഹമിദഹു ജമീഉ ഖൽഖിഹി കമാ യുഹിബ്ബു വയർളാ എന്ന് തങ്ങൾ പറഞ്ഞ വാക്കിലുള്ള ആ ഹംദ് അള്ളാഹ്ക്കുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഹംദ് നബി തങ്ങളെ വാക്കിൽ ഈ പറഞ്ഞ ഹംദാണ് അൽഹംദു എന്ന് പറഞ്ഞാൽ, അറിയപ്പെട്ട ഹംദ് എന്ന് പറഞ്ഞാൽ. അതിലിപ്പോ എന്താ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞതാണ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. സർവ നമ്മൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞ മാതിരി. അൽആഫമ ഒന്നിന്റെ ഇരട്ടി ഇരട്ടിയായിട്ട്. ഹമിദഹു, ഹംദഹു എന്നല്ലടാ, ഹമിദഹു. മറ്റോലോടാ ഇതിൽ വരാത്തോലോടാ? 2, 4, 6, 7. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അൽആഫമ ഒന്നിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട്. ഹമിദഹു ജമീഉ ഖൽഖി, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ഹംദ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഹംദിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട്. എന്താ പറഞ്ഞ്? അൽആഫമ ഒന്നിന്റെ ഇരട്ടിയായിട്ട്. ഹമിദഹു ജമീഉ ഖൽഖി, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ഹംദ് ചെയ്ത ഒന്നിന്റെ ഇരട്ടികളായ നിലക്ക്. കമാ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹു അതിനെ തൃപ്തിയാകും പോലെയുള്ള സർവ ഹംദും ആർക്കാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ വാചകത്തിലുള്ള അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു ഹംദ് ഉണ്ടല്ല, ആ ഹംദാകുന്നത് അള്ളാഹ് കാണുന്ന. അൽഹംദുലില്ലാഹ് അഹദിന് വെച്ചാൽ ഈ പറഞ്ഞ ഹംദ് എന്ന് വെക്കണം. ഇത് സൂപ്പർ ഹംദ, അതാണ് അൽഹംദുലില്ലാഹ്.